നമസ്കാരം. പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെയാണ് ഇറങ്ങി ചെല്ലാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും അത് കൃത്യമായി തന്നെ ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 വിശേഷാൽ പെട്ടികൾ തന്നെയാണ്. ഈ 2 പെട്ടികളിൽ ഒരു പെട്ടി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തേത് ഒരു പഴയ ഇരുമ്പ് പെട്ടിയാണ് എങ്കിൽ രണ്ടാമത്തേതായ പെട്ടി വളരെ മനോഹരമായിട്ടുള്ള ഒരു പെട്ടിയാണ്. സ്വർണ്ണ നിറത്തിലുള്ള പെട്ടിയാണ്. അപ്പോൾ ഈ 2 പെട്ടികളിൽ നിന്നും ഒരു പെട്ടിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിനായി ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. എല്ലാം ശുഭമായി ഭവിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് ഈ 2 ചിത്രങ്ങളിലേക്കും നിങ്ങൾ മാറി മാറി നോക്കുക. ഇതിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ചതായ ചിത്രമോ അല്ലെങ്കിൽ ആദ്യം കാണുന്നതായ ചിത്രമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഇപ്രകാരം ചെയ്യൂ. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ആ പെട്ടികളുമായി ബന്ധപ്പെട്ട ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഈ പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആരോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചതായ ആ ശക്തിയുടെ നാമം കമന്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. കമന്റായി രേഖപ്പെടുത്തി വന്ധിക്കൂ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ദേവതയ്ക്ക് മുൻപിൽ വച്ചിരിക്കുന്ന പ്രാർത്ഥനയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളോ അത് ഈ സമയം നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യത്തേതായ പെട്ടി തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. അപ്പോൾ നെഗറ്റീവായ ആ ചിന്തകൾ എല്ലാം അല്ലെങ്കിൽ മാനസികപരമായ വിഷമതകളുണ്ട് എങ്കിൽ അതെല്ലാം ഒഴിവാക്കി ശരിയായ രീതിയിൽ നിങ്ങൾ ഈ സമയം പോസിറ്റീവായ ഊർജത്തോടെ ഇരിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഈ ഒരു തിരഞ്ഞെടുപ്പ് അത് യാദൃശ്ചികമല്ല എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ദൈവാംശമായ ആത്മാവ് തന്നെ, ഉപബോധ മനസ്സ് തന്നെ നിങ്ങളെ കൊണ്ട് തിരഞ്ഞെടുപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രമായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളിലൂടെ അല്ലെങ്കിൽ വളരെയധികം വിഷമതകളിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പലപ്പോഴും പലരുടെയും മുൻപിലും അഭിനയിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതായത് മനസ്സിൽ അത്രമേൽ വിഷമങ്ങൾ നിലനിർത്തിക്കൊണ്ട് പുറമേ ചിരിക്കുന്നതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും മറ്റുള്ളവരെ അറിയിക്കേണ്ടതില്ല എന്ന ചിന്തയാലാണ് പലപ്പോഴും ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയോ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയോ അവരുടെ സന്തോഷത്തിനായി പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ പിന്നീടാകാം എന്ന് ചിന്തിച്ച അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുള്ള വ്യക്തികൾ തന്നെയാകും നിങ്ങൾ ഒരു വ്യക്തിയെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിക്കൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും ഭാവിയിൽ അത്തരത്തിൽ ചിന്തിക്കാതെ അവർക്കൊപ്പം നിലകൊള്ളുവാൻ ആഗ്രഹിക്കുകയും നിലകൊള്ളുന്നവരുമാണ് എന്നത് നിങ്ങളെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം കുറ്റപ്പെടുത്തലുകളും
വളരെയധികം പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ഒരാളെങ്കിലും സഹായിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ ഒപ്പമുണ്ടാകും എന്ന് വിചാരിച്ച പലരും നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വേദനകൾ നിറഞ്ഞ പല വിഷമതകളും നിറഞ്ഞ രാത്രികൾ പലതും നിങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. ധനപരമായ പ്രയാസങ്ങളുണ്ട്. പണം വരും എന്ന അതിയായ ഒരു ചിന്ത, ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്കുണ്ട്. പലപ്പോഴും പണം കയ്യിൽ വന്ന് നിൽക്കാത്തതായ സാഹചര്യമുണ്ട്. അതുവരെ ഇല്ലാത്തതായ പല ആവശ്യങ്ങളും പിന്നീട് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും നിങ്ങളെ തളർത്തിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ലഭിക്കേണ്ടത് അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നതും വാസ്തവം തന്നെയാണ്. പലപ്പോഴും അത് നിങ്ങളെ തളർത്തുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പലരും നിങ്ങളെ പല വിധത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളെ ഒരു ചവിട്ടുപടിയായി എടുത്ത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതുപോലും സ്വന്തമാക്കി കൈക്കലാക്കി പലരും നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും ഭാരം താങ്ങി നിൽക്കുകയാണ് നിങ്ങൾ എന്നതാണ് വാസ്തവം. പലപ്പോഴും നിങ്ങൾക്ക് അത്രമേൽ വിഷമങ്ങൾ വരാറുണ്ട്. ചില സമയങ്ങളിൽ മനസ്സിലാണ് എങ്കിലും പൊട്ടിത്തെറിക്കുന്നതായ സാഹചര്യമുണ്ട്. ആരും നിങ്ങളെ മനസ്സിലാക്കാനില്ല എന്ന് പല അവസരങ്ങളിലും ചിന്തിച്ചു പോകുന്ന, അല്ലെങ്കിൽ അത് തന്നെയാണ് സത്യമെങ്കിലും അത് വീണ്ടും ചിന്തിക്കുന്നതായ സാഹചര്യം മനസ്സിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങൾ പലർക്കു വേണ്ടിയും മറച്ചു വച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. വിജയങ്ങൾ നേടുവാൻ പലപ്പോഴും നിങ്ങൾ ശ്രമിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് സുരക്ഷിതമാകുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. കാരണം ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി തന്നെ ഒരു മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. സ്വസ്ഥമായി ഉറങ്ങാൻ സാധിച്ചിട്ടില്ല, ഉറങ്ങിയിട്ട് സ്വസ്ഥതയോടെ ഉറങ്ങിയിട്ട് കാലങ്ങളായി എന്ന് പോലും പരാമർശിക്കുവാൻ സാധിക്കുന്ന നിങ്ങൾക്ക് അതിലൊരു മാറ്റം സംഭവിക്കും. പലരും നിങ്ങളെ വാക്കുകളാലും അല്ലാതെയും പുച്ഛിച്ചിട്ടുണ്ട്. എന്നാൽ അവർ പോലും അത്ഭുതപ്പെടുന്ന ചില കാര്യങ്ങൾ, അനുകൂല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ചെറിയ കാര്യങ്ങളാകാം, എന്നാൽ അതുപോലും അവർക്ക് വളരെയധികം ആഘാതം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാകാം. ഭാവിയിൽ നിങ്ങൾക്ക് ശ്രദ്ധ അല്പം കൂടി അനിവാര്യമായ സമയമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ ടെൻഷൻ വളരെയധികം ഉള്ള വ്യക്തികളായി കാണുന്നു. അത്തരം കാര്യങ്ങൾ ആവശ്യമാണോ, നിങ്ങൾക്ക് ഭൂഷണമാണോ എന്ന് ചിന്തിക്കുക. അത് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നതാണ് വാസ്തവം. ഇത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ആരോഗ്യം പോലും അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുന്നു. അതിനാൽ തീർച്ചയായും ടെൻഷൻ, അനാവശ്യ ടെൻഷൻ ഒഴിവാക്കണം. ബിസിനസ് സംബന്ധമായാണ് എങ്കിലും നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ തകർക്കാൻ ശ്രമിച്ചാലും അതിന് സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇരുണ്ട കാലം ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ആ ഇരുണ്ട കാലത്തിനുള്ള ഒരു മറുപടി തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളിലേക്ക് നൽകാനായി പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചില കാര്യങ്ങൾ, അതൊരു പോസിറ്റീവായ ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുകയോ നിങ്ങളിൽ കടന്നു വരുന്ന സാഹചര്യമുണ്ട്. വളരെ കാലമായി നടക്കില്ല എന്ന് വിചാരിക്കുന്നതായ പല കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യം. പല കാര്യങ്ങളും നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യാം. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പൂർണ്ണമായ ഒരു മോചനം സാധ്യമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം.
ശുഭകരമായ ചില കാര്യങ്ങൾ, വാർത്തകൾ അല്ലെങ്കിൽ സന്തോഷകരമായ ചില കാര്യങ്ങൾ കാണുവാനോ കേൾക്കുവാനോ സാധിക്കും. ചില കാര്യങ്ങൾക്കുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില അനുകൂല കാര്യങ്ങൾ കടന്നു വരുന്നു എന്ന കാര്യം തന്നെയാണ് പരാമർശിക്കാനുള്ളത്. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. തീർച്ചയായും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചില ശുഭകാര്യങ്ങളും സന്തോഷ നിമിഷങ്ങളും ചില വിഷമതകളിൽ നിന്നും ഒരു മോചനമോ ഒരു പരിഹാരമോ നിങ്ങളെ തേടിയെത്താം. എന്നാൽ ഈ സമയം ചില വ്യക്തികൾ മൂലം കടന്നു വരാവുന്ന ആലസ്യം അത് പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളിലും തെറ്റിദ്ധരിക്കുന്നുണ്ടോ, തെറ്റിദ്ധരിക്കപ്പെട്ടോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലും ഒരു പുനർവിചിന്തനം നടത്തുക. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആരാണോ ആ ശക്തിയെ മനസ്സുരുകി പ്രാർത്ഥിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. രണ്ടാമത്തെ ചിത്രമായ സ്വർണ്ണപ്പെട്ടിയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പലർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് മെസ്സേജായി കണ്ടു. അതിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അതോടൊപ്പം ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വരുന്നതാണ്. നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള വ്യക്തികളായി തന്നെ പരാമർശിക്കാം. ദേഷ്യം, സങ്കടം ഇതെല്ലാം മാറി മറിഞ്ഞു വരും എന്നതുപോലെ തന്നെ ഇതെല്ലാം പെട്ടെന്ന് പല അവസരങ്ങളിലും നിങ്ങളെ കീഴ്പ്പെടുത്തുന്നതായ സാഹചര്യമുണ്ട്. വളരെയധികം സ്വപ്നങ്ങൾ ജീവിതത്തിൽ കാണുന്നവർ തന്നെയായി നിങ്ങളെ പരാമർശിക്കാം. പല ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരായും നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ ഈ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സഫലീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് സംശയമുള്ള കാര്യമാണ്. പല കാര്യങ്ങളും ആഗ്രഹങ്ങളായി മനസ്സിലുണ്ട് എങ്കിലും അത് നടന്നിട്ടില്ല പലതും എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും നിങ്ങൾക്ക് പലരിൽ നിന്നും പല വിധത്തിലും വിമർശനങ്ങളോ ശാസനയോ കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ഒരു വ്യക്തിയെ വിശ്വസിച്ചാൽ അന്ധമായി ആ വ്യക്തിയെ വിശ്വസിക്കുന്ന വ്യക്തികളാകും നിങ്ങൾ. അത്തരത്തിൽ വിശ്വസിച്ച് പല വ്യക്തികളെയും നിങ്ങൾ വിശ്വസിച്ച് പിന്നീട് അത് നിങ്ങൾക്കെതിരായി നിൽക്കുകയോ അല്ലെങ്കിൽ അവർ പോലും വലിയ ശത്രുക്കളായി മാറുന്ന സാഹചര്യമോ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ്. പലപ്പോഴും അവരും ഇത്തരത്തിൽ സ്നേഹത്തോടെ സംസാരിച്ച് അല്ലെങ്കിൽ സ്നേഹം കലർന്ന വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും നേടിയെടുത്ത് പിന്നീട് നിങ്ങളെ തന്നെ ഒഴിവാക്കുന്ന സാഹചര്യങ്ങൾ, അവഗണിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാകാം. കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾക്കൊപ്പം ഏതൊരു സാഹചര്യത്തിലും അടിയുറച്ച് നിൽക്കുന്നവർ തന്നെയാണ്. അത് വിഷമമാണ് എങ്കിലും സങ്കടകരമായ കാര്യങ്ങളിലും സന്തോഷത്തിലാണ് എങ്കിലും അവർക്കൊപ്പം നിൽക്കുവാനുള്ള മനസ്സ് ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അവരിൽ നിന്നും തിരികെ ഇത് ലഭിക്കാറില്ല എന്നത് വാസ്തവമാണ്. ഇതൊരിക്കൽ മാത്രമല്ല, പല സമയങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിന്തിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. പിന്നീട് ഇത് ആവശ്യമായിരുന്നോ എന്ന് പോലും നിങ്ങൾക്ക് തോന്നാവുന്നതുമാണ്. കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ ആ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ സംശയമുണ്ട്. പല കാര്യങ്ങളും പുറമെ പറയുവാൻ അല്ലെങ്കിൽ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ മടിയുള്ള ഒരു കൂട്ടത്തിലുള്ള വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ. എന്നാൽ നിങ്ങൾ വളരെ ശുദ്ധമായ മനസ്സിന്റെ ഉടമകളാണ്. സ്വർണം പോലെ ജ്വലിക്കുന്ന വ്യക്തികളാണ്, അതായത് തിളങ്ങുന്ന വ്യക്തികളാണ്. അതിനാൽ തന്നെയാണ് ഈ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിച്ചിട്ടുള്ളതും.
ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊരു മാറ്റം അനിവാര്യമാണ്. കാരണം ഇപ്രകാരം മുന്നോട്ട് പോയത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും ഒരു സംശയമുണ്ട്. അതിലൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ, അത് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ളതായ ചില കാര്യങ്ങളാകാം, അത് കടന്നു വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. പരാശ്രയത്വം ഇനി ആവശ്യമില്ല എന്ന് പോലും ചിന്തിക്കുകയും എന്നാൽ അത് സാധ്യമാകാത്ത സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വളരെ വിഷമകരമായ സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളിലും നിലനിൽക്കുവാൻ സാധിക്കുമോ എന്ന സംശയമുള്ള നിങ്ങൾക്ക് അത് സാധിക്കും എന്ന കാര്യം തന്നെയാണ് ഇവിടെ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം. ചില കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാകാം. പ്രമോഷനോ അല്ലെങ്കിൽ ഒരു ജോലിയിൽ ഒരു സ്ഥിരതയോ, ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭിക്കുകയോ താൽക്കാലികമായ തൊഴിലോ, അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പലരും നിങ്ങളെ വില കുറച്ച് കണ്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എങ്കിലും, നിങ്ങളുടെ സമീപനങ്ങളാണ് എങ്കിലും പലരും അപ്രകാരം കണ്ടിട്ടുള്ളവർ തന്നെയാണ് എന്ന് പറയാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്പം ഉയരുവാനുള്ള സാധ്യതകളുണ്ട്. ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എന്നത് വാസ്തവമാണ്. ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തന്നെ സംഭവിക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നോക്കുകയാണ് എങ്കിൽ അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ്. ചില വ്യക്തികളിൽ നിന്നുള്ള സമ്മാനം പോലും ആകാവുന്നതാണ്. ചില കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. അതെന്തുകൊണ്ട് എനിക്ക് ലഭിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ കൂടിയാണ്. അത്തരം ചില കാര്യങ്ങളിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു ഉത്തരം, ഒരു വഴിത്തിരിവ് നിങ്ങളിലേക്ക് കടന്നു വരാം. മനസ്സിൽ പാപഭാരമല്ല, മനസ്സിൽ വല്ലാത്തൊരു ഭാരം നിങ്ങൾക്കുണ്ട്. ചില കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടിയിരുന്നില്ല, ചില കാര്യങ്ങൾ അപ്രകാരം ചെയ്യേണ്ടതില്ല എന്ന ചിന്തയോ മറ്റ് വിഷമതകളോ അതുമായി ബന്ധപ്പെട്ട ഭാരമോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതേക്കുറിച്ച് കൂടുതൽ പോസിറ്റീവായി ചിന്തിക്കുവാനും പഠിക്കുവാനും അത്തരം ചില കാര്യങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും. ഈ സമയം യാത്രകൾ പോലും സാധ്യമാകാവുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. ഊർജ്ജസ്വലത നഷ്ടപ്പെട്ടു എന്ന് പലപ്പോഴും തോന്നിയിരുന്ന നിങ്ങൾക്ക് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും. അതായത് ആലസ്യം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പ്രതീക്ഷിക്കാത്ത ഒരു വഴിയിലൂടെ ചില അനുകൂലമായ സാഹചര്യം സംഭവിക്കാം, സഹായമാകാം, പിന്തുണയാകാം. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. ഇവർ എന്നെ പിന്തുണയ്ക്കുമോ എന്ന് പോലും സംശയിച്ചിരുന്ന ചില വ്യക്തികളിൽ നിന്നും അനുകൂലമായ സമീപനമുണ്ടായി എന്ന് വരാം. ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ കൈകളിൽ തന്നെയുള്ള ഒരു കാര്യമാണ്. അതിനാൽ ഈ സമയം നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങൾ വഴിപ്പെടാൻ പാടുള്ളതല്ല. ആ ചിന്തകൾ അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. പല കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് ചിന്തിച്ച് കാട് കയറുകയും പിന്നീട് അതെല്ലാം തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യവും നിങ്ങൾക്കുണ്ട്. അതിനാൽ ഇനി അത് ആവശ്യമാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. പോസിറ്റീവായി തന്നെ കാര്യങ്ങളെ ചിന്തിക്കണം. പോസിറ്റീവായി തന്നെ ആ ചിന്തകൾ നിങ്ങളിൽ നിലനിർത്തണം. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജീവിതം തീർച്ചയായും വളരെയധികം അനുകൂല സാഹചര്യത്തിലേക്ക് അത് ചിന്തകളായും പ്രവൃത്തികളായും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളുമായും വന്നു ചേരാം. അതിനാൽ ഈ സമയം തീർച്ചയായും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. അതായത് പോസിറ്റീവായ ചിന്താഗതി മാത്രമാണ് അനിവാര്യമായിട്ടുള്ളത്. നെഗറ്റീവായ ചിന്തകൾ കൂടുതൽ നെഗറ്റീവായ കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കും. അതിനാൽ ഈ ശുഭത്വം നിറഞ്ഞ സമയത്ത് അത്തരം ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കുക.